ഒരു കെട്ടകാലത്തിലൂടെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല. പക്ഷേ നമ്മുടെ യൂത്ത് ടീമിൻ്റെ പ്രകടനം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് നൽകുന്ന പ്രതീക്ഷകൾ ഒരുപാട് വലുതാണ്. ആ പ്രതീക്ഷകൾക്കെല്ലാം കാരണക്കാരനായിട്ടുള്ള ഒരാൾ ഇപ്പോഴും അണ്ടർ റേറ്റഡ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമി ടീമിലെ നിശബ്ദനായ ദ്രോണാചാര്യർ, സൈലന്റ് കില്ലർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് അമിത് റാണയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് വന്ന അമിത് റാണ ഒരുപാട് അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ലൈം ലൈറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം കോച്ചായിരുന്ന തോമസ് ജോസിൻ്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച നേട്ടങ്ങൾ കൊയ്യുകയായിരുന്നു. അദ്ദേഹത്തിനെ മാറ്റി നമ്മൾ പുതിയ ഒരാളെ നിയമിച്ചപ്പം എല്ലാവർക്കും എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒഡീഷയുടെ റിസർവ് ടീമിൻ്റെ കോച്ചായിരുന്ന അമിത് റാണ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് നന്ദിയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ സുഖിപ്പിക്കലാണെന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ ഈ ഒരു ടീമിനെയും കൊണ്ട് അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേജിൽ കൂടിയാണ്. റിലയൻസ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഡെവലപ്മെൻറ്റ് ലീഗിലെ നാഷണൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച പ്രകടനത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 7 മത്സരങ്ങൾ കളിച്ച ബ്ലാസ്റ്റേഴ്സ് 5 മത്സരങ്ങളിൽ വിജയിക്കുകയും 1 മത്സരത്തിൽ സമനില നേടുകയും ചെയ്തു. അങ്ങനെ 5-3, 15-1, 16 പോയിന്റുകൾ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഉണ്ട്. ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് പഞ്ചാബാണ്. 17 പോയിന്റാണ് പഞ്ചാബിനുള്ളത്. അപ്പം പഞ്ചാബിന് പിന്നിൽ 2-ാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സ് ഉണ്ട്. ആദ്യ 2 സ്ഥാനത്ത് എത്തുന്നവർക്ക് നാഷണൽ ചാമ്പ്യൻഷിപ്പിന് യോഗ്യത കിട്ടും. നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ആദ്യ 3 സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നടക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ കപ്പിനുള്ള യോഗ്യത ഈ ഒരു ടീമിന് കിട്ടും. ബ്ലാസ്റ്റേഴ്സ് നേരത്തെ നെക്സ്റ്റ് ജനറേഷൻ കപ്പ് കളിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവിടെ ആശാവഹമായിട്ടുള്ള പ്രകടനമൊന്നും നമ്മുടെ ടീമിനെ കൊണ്ട് നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പം റിലയൻസ് ഫൗണ്ടേഷൻ ഡെവലപ്മെൻറ്റ് ലീഗിലെ നാഷണൽ ഗ്രൂപ്പ് സ്റ്റേജിൽ വളരെ മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. അതിൻ്റെ കാരണക്കാരിൽ ഒരാൾ തീർത്തും അണ്ടർ റേറ്റഡ് ആൻഡ് അൺഅപ്രീഷിയേറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യനെ നമ്മളിപ്പോൾ ഒന്ന് ഓർക്കണം, അഭിനന്ദിക്കണം. അയാളാണ് അമിത് റാണ.